സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. അതിനെ മാറ്റുന്നതിൽ വേറൊരു കഥയുണ്ട്. എന്താണ് കടുവയുടെ മൂല്യം എന്ന് ചോദിച്ചാൽ അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മതിക്കുന്ന അതിൻ്റെ തൊലിയുടെ കള്ളക്കടത്തിൻ്റെ വിലയല്ല. ലോക കടുവ സംരക്ഷണത്തിന് കേരളം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ പെരിയാറിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയത്തക്കതാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ എക്കോളജിക്കൽ എൻജിനീയേഴ്സാണ് കടുവ. പ്രതാപശാലിയായ ഒരു ദൈവത്തിന് പ്രതാപശാലിയായ ഒരു വാഹനം വേണമെന്ന് തോന്നുന്ന ഒരു സങ്കല്പം അതിന് വരുന്നുണ്ട്. 1969 കടുവകളെക്കുറിച്ചുള്ള വലിയ ആകാംക്ഷ നമ്മുടെ രാജ്യം പങ്കുവെക്കുന്നത്. 1900-ൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ 40,000-ത്തിലധികം കടുവകളുണ്ടായിരുന്നുവെന്നും പിന്നീട് അത് ഈ 1960-കളൊക്കെ എത്തുമ്പോഴേക്കും അത് 1000-ത്തിനടുത്തായി ചുരുങ്ങി എന്നുള്ളതാണ്. ഇത് വളരെയധികം ഒരു ആളുകൾക്ക് മനസ്സിൽ ആശങ്കയുണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് എന്തെങ്കിലും കടുവകൾക്ക് വേണ്ടി ചെയ്തേ തീരൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് 1973-ൽ പ്രൊജക്ട് ടൈഗർ എന്നുള്ളൊരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പം അന്നത്തെ ലക്ഷ്യം നമ്മുടെ ദേശീയ മൃഗമായ കടുവയെ, അതിനു മുമ്പ് സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം, അതിനെ മാറ്റുന്നതിൽ വേറൊരു കഥയുണ്ട്. അതായത് കടുവയാണ് കുറച്ചും കൂടെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ഇന്ത്യൻ ദേശീയ ധാരകളെയും പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക പ്രതീകം കടുവയാണെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ പുറത്തു നിന്നാണ് താരതമ്യേന കുറച്ച് സ്ഥലത്ത് മാത്രം കാണുന്ന സിംഹത്തിൽ നിന്ന് കടുവയെ നമ്മുടെ ദേശീയ മൃഗമാക്കി മാറ്റുന്നത്. നോക്കൂ, കടുവകൾ എന്ന് വിളിക്കുന്നത് ഒരു സുന്ദര ജീവിയാണ്. എത്ര മനോഹരമായ ഒരു സൃഷ്ടിയാണത് ഈ കടുവ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിലൂടെ വന്ന ഒരു ജീവിയാണത്. അത് ഒരേ സമയം തന്നെ നമ്മളിൽ ആദരവും സ്നേഹവും ഭക്തിയും ഭീതിയും അങ്ങനെ സമസ്ത ഭാവങ്ങളും നമ്മളിൽ അത് ഉണർത്തുന്നുണ്ട്. ആ ജീവി, അതിൻ്റെ വർണ്ണവിധാനങ്ങൾ, അതിൻ്റെ നടപ്പ്, അതിൻ്റെ ജീവിത രീതികളെല്ലാം തന്നെ വളരെ വളരെ സവിശേഷത ആർജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ദേശീയ മൃഗമായിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തെ ഇതുപോലെ എടുത്തുയർത്തി കാണിക്കാൻ പറ്റിയ മറ്റൊരു ജീവി യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കം ഇന്ത്യയിൽ ഏതാണ്ട് 40,000-ത്തോളം കടുവകൾ ഉണ്ടായിരുന്നതാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കുറഞ്ഞ് തീരെ 1000-നോടടുത്ത് എത്തി എന്ന ഒരു സാഹചര്യം 1960-കളുടെയൊക്കെ മധ്യത്തിൽ വരുന്നുണ്ട്. അന്നാണ് 1969 ഡൽഹിയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിലാണ് തീരുമാനിക്കുന്നത്, ഇങ്ങനെ പോയാൽ പറ്റില്ല, കടുവ നമ്മുടെ ദേശീയ മൃഗമാണ്, അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു തീരുമാനം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1972 ഒരു ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നു. 1973 ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടുവകൾ വിഹരിക്കുന്ന പ്രദേശങ്ങളെ കടുവാ സങ്കേതങ്ങളാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുന്നു. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലാണ് 1978 കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതം, പെരിയാർ പ്രദേശം പെരിയാർ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2000-നൊക്കെ ശേഷമാണ് നമ്മുടെ പറമ്പിക്കുളം പ്രദേശം കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കേരളത്തിന് നമുക്ക് ഇന്ന് 2 കടുവ സംരക്ഷണ പ്രദേശങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ലോകത്തിൻ്റെ പലതരം ആവാസ വ്യവസ്ഥകളിൽ കടുവകൾ കാണുന്നുണ്ട്. ഇപ്പോൾ തണുത്ത പ്രദേശങ്ങൾ, മഞ്ഞുറഞ്ഞു കിടക്കുന്ന സൈബീരിയ പോലുള്ള പ്രദേശങ്ങളിൽ കടുവയുണ്ട്. ചൈനയിൽ കടുവ കാണാൻ പറ്റും, ഇൻഡോ ചൈനൻ കടുവ. പിന്നെ നമ്മുടെ റോയൽ ബംഗാൾ കടുവ എന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ കാണുന്ന കടുവ, ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളിൽ കാണുന്നുണ്ട്. വരണ്ട നമ്മുടെയൊക്കെ രന്തംപൂർ പോലുള്ള മരുപ്രദേശങ്ങളിലുണ്ട്. സുന്ദർബാൻസിലെ കണ്ടൽക്കാടുകളിൽ, ചതുപ്പ് നിലങ്ങളിൽ കടുവയുണ്ട്. സെൻട്രൽ ഇന്ത്യയിലെ ഉയർന്ന പുൽമേടുകളിൽ, നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ മഴക്കാടുകളിൽ കടുവയുണ്ട്. കാസ്പിയൻ തീരത്ത് കടുവയുണ്ടായിരുന്നു. ബാലി, സുമാത്ര, ജാവൻ പ്രദേശങ്ങളിൽ, ദ്വീപസമൂഹങ്ങളിൽ കടുവയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവയിൽ ചില പ്രദേശത്തു നിന്നൊക്കെ അത്തരം കടുവകളൊക്കെ വംശനാശം ഇന്ന് വന്നു പോയിട്ടുണ്ട്. ഇന്ത്യയിൽ കാണുന്നത് റോയൽ ബംഗാൾ എന്ന് വിളിക്കുന്ന ഒരു വകഭേദമാണ്. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലും കാണപ്പെടുന്നത്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യയിൽ വളരെയധികം കടുവകൾ വിഹരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വലിയൊരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. 40,000 കടുവകൾ എന്ന് പറയുന്ന അത്ര ചെറിയൊരു സംഖ്യയൊന്നുമല്ല. പക്ഷെ അന്നത്തെ ഒരു വലിയ വിനോദം എന്ന് വിളിക്കുന്നത്, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ
ഒക്കെ വലിയ വിനോദം എന്ന് വിളിക്കുന്നത്, അതുപോലെ ബ്രിട്ടീഷ് കൊളോണിയൽ സിവിൽ സർവൻസിൻ്റെ ഒക്കെ വലിയ വിനോദം എന്ന് വിളിക്കുന്നത് മൃഗയാവിനോദമാണ്, വേട്ടയ്ക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന് വിളിക്കുന്നത് ഒരു വലിയൊരു സംഭവമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു 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 ആഭിജാത്യം കാണിക്കാനുള്ള ഒരു മാർഗമായിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം കടുവകൾ കൊല്ലപ്പെടുന്നുണ്ട്, വെടിവെച്ച് കൊല്ലുന്നുണ്ട് കടുവകൾ. അത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് കടുവകളുടെ പോപ്പുലേഷൻ വല്ലാതെ കുറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഈ അനിയന്ത്രിതമായ രീതിയിലുള്ള വേട്ട മൂലം ഈ കടുവകളുടെ പ്രജനനം നടത്തുന്ന സ്ഥലങ്ങൾ വല്ലാതെ കുറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കടുവകൾ അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്. ഇപ്പോൾ കടുവകൾ ഏറ്റവും അധികം കാണുന്നത് തീർച്ചയായിട്ടും 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് പെരിയാർ, 2 പറമ്പിക്കുളം, 3 വയനാടൻ പ്രദേശങ്ങളാണ്. ഈ കടുവകളുടെ എണ്ണം അല്ലെങ്കിൽ സാന്ദ്രത അതാത് പ്രദേശത്തെ ആവാസ വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ മഴക്കാടുകളിൽ പൊതുവെ കടുവകളുടെ എണ്ണം കുറവായിരിക്കും. കാരണം അതിന് ഇരയേടി തിന്നാനുള്ള സസ്യപൂക്കളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. നേരെ മറിച്ച് പുൽമേടുകളിലും തുറസായ പ്രദേശങ്ങളിലും ഈ സസ്യപൂക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ കടുവകളുടെ എണ്ണത്തിലും വർധനവ് കാണാറുണ്ട്. അതുപോലെ കടുവകൾക്ക് വിഹരിക്കാനും സഞ്ചരിക്കാനും ധാരാളം വിസ്തൃതിയുള്ള തുടർച്ചയായ പ്രദേശങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രദേശങ്ങളിലും കടുവകളുടെ എണ്ണം കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കടുവകളുടെ എണ്ണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു 2-3 പതിറ്റാണ്ടുകളായിട്ട് കേരള വനം വകുപ്പ് കേരളത്തിൽ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ മെത്തഡോളജിയിൽ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ കടുവകളെ പഠിച്ചുകൊണ്ടിരുന്നത് പഗ് മാർക്ക് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഓരോ കടുവയ്ക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാൽപ്പാടുകളാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെ തന്നെ. അപ്പോൾ അത് പതിയുന്ന ഇടങ്ങളിൽ അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ചിട്ട് അത് കളക്ട് ചെയ്ത് വന്നിട്ട് ഓരോ കടുവകളെ തിരിച്ചറിയുന്ന ഒരു രീതിയാണ് പണ്ടൊക്കെ അവലംബിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു പരിധിവരെയൊക്കെ അന്നത്തെ ആളുകൾ അത് വളരെ ശാസ്ത്രീയമായിട്ട് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് പുതിയ ഒരു മെത്തഡോളജികളൊക്കെ വരുന്നു, ശാസ്ത്രം കടന്നു വരുന്നു. ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ക്യാമറ ട്രാപ്പ് എന്ന് തന്നെ പറയാം. അതായത് കടുവ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ ക്യാമറകൾ വയ്ക്കുകയാണ്. അതായത് 2 സ്ഥലത്തും കടുവകൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാര്യം കടുവകളുടെ ഈ സ്ട്രൈപ്പ് മാർക്കാണ്. കാര്യം കടുവകളുടെ ശരീരത്തിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഞ്ഞയിൽ പാറ്റേൺ, മഞ്ഞയിൽ കറുപ്പിൻ്റെ പാറ്റേൺ ഓരോ കടുവയ്ക്കും വ്യത്യാസമായിരിക്കും. അതുപയോഗിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കടുവ സഞ്ചരിക്കുന്ന ആ പ്രദേശത്ത് ക്യാമറ ട്രാപ്പുകൾ വെക്കുകയും ആ കടുവ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ 2 വശങ്ങളെ ചിത്രം കടുവ എടുക്കുക ക്യാമറ പകർത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് അതാത് പ്രദേശത്ത് ജീവിക്കുന്ന കടുവകളെ ഏതാണ്ട് 100% വരെ ആക്യുറസിയിൽ ഇപ്പോൾ ചെയ്യാനുള്ള രീതിയിൽ മെത്തഡോളജി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആധുനിക ശാസ്ത്രം DNA ടെക്നോളജി വരെ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പല പ്രക്രിയകളിലൂടെ കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് കേരള വനം വകുപ്പ് കടുവകളുടെ കണക്കെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ കടുവാ സങ്കേതങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത്തരം കണക്കെടുപ്പ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടുവകൾ കാണപ്പെടുന്ന എല്ലാ പ്രദേശത്തും 4 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത കണക്കെടുപ്പ് വരാൻ പോകുന്നത് അടുത്ത ഓഗസ്റ്റ് മുതൽ, അടുത്ത ഒക്ടോബർ മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണക്ക് കാണിക്കുന്നത് കേരളത്തിലെ കടുവകളുടെ എണ്ണത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു കടുവകൾ അന്യം നിന്ന് പോകും എന്നുള്ളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വല്ലാതെ അധികരിക്കുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനൊന്നും കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഒരു ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്ത ഒരു സ്ഥിരീകരിക്കപ്പെട്ട ഒരു സ്ഥിരതയാർജിച്ച ഒരു പോപ്പുലേഷനായിട്ടാണ് കേരളത്തിലെ കടുവകളെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ചിലപ്പോൾ ഇതിനെ കാണാറുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും പറയാറുണ്ട് വയനാട് കടുവകളുടെ എണ്ണം വല്ലാതെ കൂടിയിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ജനങ്ങളും അല്ലെങ്കിൽ പല ആളുകളും ഉയർത്താറുണ്ട്. പക്ഷെ അതിനെ കുറച്ചും കൂടെ നമ്മളൊരു കൂലങ്കഷമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്ന്, വയനാട് സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയൊരു ഭൂപ്രദേശത്താണ്. കർണാടകയിലെ ബന്ദിപ്പൂരും
നാഗർഹോളയും, ഈ രണ്ടും കടുവാ സങ്കേതങ്ങളാണ്. തമിഴ്നാടിൻ്റെ മുതുമല എന്ന് വിളിക്കുന്ന കടുവാ സങ്കേതത്തോട് ചേർന്നാണ് നമ്മുടെ വയനാട് ജില്ലയും. ആ വയനാട് ജില്ലയിലെ വനപ്രദേശങ്ങളും വയനാട് വന്യജീവി സങ്കേതം അടക്കമുള്ള പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കടുവയുടെ ആവാസ വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഇത് ഒരു വലിയ ഭൂപ്രദേശമാണ്. ഏതാണ്ട് ഒരു 4500-5000 ചതുരശ്ര കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഒരു പ്രദേശത്ത് ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഇതിൽ ജനവാസ മേഖല എന്ന് വിളിക്കുന്നത് ആളുകൾ കൂടുതൽ ഇടതിങ്ങി പാർക്കുന്നത്, വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കേരളത്തിൻ്റെ ഭാഗത്തായതിനാലാണ് നമ്മൾ പലപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ട് കടുവാ വിഷയം കൂടുതൽ വയനാടൻ പ്രദേശത്ത് ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ കടുവകളുടെ ഒരു സ്വഭാവ വിശേഷം എന്ന് വിളിക്കുന്നത് അതിൻ്റെ വലിയ സഞ്ചാരമാണ്. ഇത് വലിയൊരു സഞ്ചാരിയാണ് ഈ കടുവ. അത് രാഷ്ട്ര, ദേശ, സംസ്ഥാന, ജില്ല, പഞ്ചായത്ത് വ്യത്യാസങ്ങളില്ലാതെ, പിന്നെ സ്വകാര്യ ഭൂമിയെന്നോ അല്ലെങ്കിൽ വനഭൂമിയെന്നോ എന്ന് വ്യത്യാസങ്ങളില്ലാതെ അതിന് അനുയോജ്യമെന്ന് തോന്നിക്കുന്ന ആവാസ വ്യവസ്ഥകളിലേക്ക് സഞ്ചരിക്കാറുണ്ട് അത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഉയർന്നു വരുന്ന രണ്ട് കാര്യങ്ങളാണ് കടുവകളുടെ ടെറിട്ടറി എന്നുള്ളൊരു കോൺസെപ്റ്റ് പലപ്പോഴും പറയാറുണ്ട്. അത് പൊതുവെ ഒരു കടുവ ചില പ്രദേശത്തെ, അതാത് പ്രദേശത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷ്യലഭ്യത, സസ്യബുക്കുകൾക്ക് അനുസരിച്ച് അതിന് ഇര തേടാനുള്ള അതിൻ്റെ സൗകര്യം കണക്കിലെടുത്തിട്ട് ഒരു പ്രത്യേക പ്രദേശത്തെ, പ്രത്യേക വിസ്തൃതിയെ അത് അതിൻ്റെ ടെറിട്ടറി ആയിട്ടൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രം പലപ്പോഴും അങ്ങനെ ഒരു കടുവ അവിടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്ന് പറയുന്നില്ല. പലപ്പോഴും കടുവകൾ ഓവർലാപ്പ് ചെയ്ത് സഞ്ചരിക്കുന്നതൊക്കെയായിട്ട് പറയാറുണ്ടെങ്കിലും സ്വതമേവേ ഒരു കടുവകൾക്ക് ഒരു ടെറിട്ടറി ഉണ്ടാവാറുണ്ട്. അത്തരം ടെറിട്ടറി ഉള്ള മേഖലകളിൽ ജീവിക്കുന്ന കടുവകളെയാണ് നമ്മൾ റെസിഡൻറ്റ് കടുവകളെന്ന് പലപ്പോഴും നമ്മൾ പറയുക. ഇതിന് പുറമെ തന്നെ സഞ്ചാരികളായി വരുന്ന ഒരു കടുവകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നമ്മളൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ അംഗങ്ങളെ ക്യാമറ എന്തായാലും റെക്കോർഡ് ചെയ്യും. അതിന് പുറമെ തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കടുവ ആ ക്യാമറ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആദ്യം പറഞ്ഞ ആ കുടുംബാംഗങ്ങളാണ് അവിടുത്തെ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, ബാക്കിയുള്ളവർ സന്ദർശകരാണ്. ഈ ഒരു സ്ഥിതിവിശേഷം വയനാടൻ പ്രദേശത്തും ഉണ്ട്. മറ്റുള്ള എല്ലാ പ്രദേശത്തും ഉള്ള പോലെ വയനാടൻ ജില്ലയിലെ കാടുകളിൽ മാത്രം കാണുന്ന റെസിഡൻ്റ് ആയിട്ടുള്ള കടുവകളും അവിടെയുണ്ട്. അതല്ലാതെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് സഞ്ചരിച്ച് നടന്നു പോകുന്ന കടുവകളും അവിടെയുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേർക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ വ്യത്യാസം പലപ്പോഴും നമ്മൾ പരിഗണിക്കാതെ ഒന്നിച്ച് പറയുമ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഖ്യയായിട്ടൊക്കെ തോന്നാമെങ്കിലും വയനാട്ടിലെ റെസിഡൻറ്റ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് ഇന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥിരതയാർജിച്ച ഒരു പോപ്പുലേഷനായിട്ടാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളും ഈ ഒരു അവസരത്തിൽ നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു ഉറുമ്പിന് പോലും പീഡയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിലാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്. പലപ്പോഴും കടുവയുമായി ബന്ധപ്പെട്ട 2-3 ഇഷ്യൂസാണ് നമ്മൾ വയനാട് കണ്ടിട്ടുള്ളത്. ഒന്ന്, കടുവയെ കാണുന്ന സംഭവം. അത് ഒരു വനപ്രദേശത്ത് ജീവിക്കുന്ന, വനവും ജനവും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമത്, നമ്മുടെയൊക്കെ വളർത്തു മൃഗങ്ങളെ, പ്രത്യേകിച്ച് കന്നുകാലികളെ ഭക്ഷിക്കാനായിട്ട് കടുവ വരുന്ന ഒരു സാഹചര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കടുവയുടെ ഒരു ജീവിത രീതി നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു കടുവയുടെ ഒരു ശരാശരി ആയുസ് എന്ന് വിളിക്കുന്നത് ഒരു 12 വയസ്സ്, 13 വയസ്സ്, 14 വയസ്സ് വരെയൊക്കെയാണ്. ഒരു 8 വയസ്സൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും കടുവയ്ക്ക് വയസ്സാവും. പിന്നെ അത് മാത്രമല്ല, അതിന് വേണ്ടത്ര രീതിയിൽ ഇരപിടിക്കാനുള്ളൊരു സൗകര്യമൊന്നും ഉണ്ടാവില്ല. അത് കടുവയുടെ ഇരപിടിക്കലും വളരെ കഷ്ടമാണ്. ഒരു 10-15 തവണയൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഒരു ഇരയൊക്കെ തരപ്പെട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ തന്നെ ഇത് കൂട്ടം കൂടിയൊന്നും അല്ല പലപ്പോഴും ഇരമേതുന്ന, ഒറ്റയ്ക്കാണ്. ആ ഒരു ഇരതേടുന്ന പ്രക്രിയയിൽ തന്നെ മുറിവേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല്ല് പോവുകയോ അല്ലെങ്കിൽ നഖം പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇരപിടിക്കാനുള്ളൊരു സാധ്യതയൊന്നും ഉണ്ടാവില്ല അതിന്. അപ്പോൾ വയസ്സാവും തോറും ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് വയസ്സായി അല്ലെങ്കിൽ ഇരപിടിക്കാനുള്ള ശേഷി കുറയുന്ന കടുവകൾ പലപ്പോഴും പിന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, കുട്ടിക്കടുവകൾ വളർന്ന് വലുതാവുന്നൊരു പ്രതിഭാസമുണ്ട്. 1 വയസ്സിന് 2 വയസ്സിനും ഇടയ്ക്ക് അതുവരെ അമ്മയുടെ കൂടെ ആയിരുന്ന കുട്ടിക്കടുവകൾ സ്വതന്ത്ര സഞ്ചാരികളായിട്ട് മാറി അവർക്ക് വിഹരിക്കാനുള്ള ടെറിട്ടറി തേടിപ്പോകുന്ന ഒരു യാത്ര തുടങ്ങും.
അവർ മിക്കവാറും വന്ന് കണ്ടുമുട്ടുന്നത് ഇത്തരത്തിൽ വയസ്സായി നിൽക്കുന്നതോ അല്ലെങ്കിൽ അസുഖം ബാധിച്ചതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുള്ള കടുവയെ കണ്ട് അവരുമായിട്ട് യുദ്ധം സംഭവിക്കുകയും ആ സമരത്തിൽ ഏതെങ്കിലും കടുവ പുറത്താവപ്പെടുകയും ചെയ്യും. അങ്ങനെ പുറത്താവപ്പെടുന്ന കടുവ മിക്കവാറും മുറിപ്പെട്ടിട്ടായിരിക്കും പുറത്തേക്ക് വരിക. ആ കടുവകളാണ് മിക്കവാറും നമ്മുടെ വനപ്രാന്ത പ്രദേശത്തേക്ക് വരാനുള്ളൊരു സാധ്യത കാണുകയും ഇര തേടാൻ പറ്റാത്തത് കൊണ്ട്, കാട്ടിലെ മൃഗങ്ങളെ ഇര തേടാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ വളർത്തു മൃഗങ്ങളെ ആയിരിക്കും കൂടുതൽ അവർ ലക്ഷ്യം വയ്ക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വനത്തിനകത്തേക്കുള്ള കന്നുകാലി മേച്ചിൽ പരമാവധി കുറയ്ക്കണമെന്ന് നമ്മൾ പലപ്പോഴും അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം അങ്ങനെ വളർത്തു മൃഗങ്ങളെ കാട്ടിനകത്ത് തിന്ന് ശീലിച്ച ഈ കടുവകൾ പിന്നീട് കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഈ സ്റ്റേജും കഴിഞ്ഞു പോകുന്ന വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് മനുഷ്യരെ ആക്രമിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ. കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ള അത്തരത്തിലുള്ളൊരു 3-4 സിറ്റുവേഷനാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതും ഒരു മനുഷ്യനെ തിന്നുന്ന ലെവലിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഈ വയനാടൻ പ്രദേശത്ത് അടുത്ത കാലത്ത് നിലമ്പൂരും ഉണ്ടായിട്ടുണ്ട്. അതിൽ 1-2 സംഭവങ്ങൾ ഒരു ആക്സിഡൻ്റൽ എൻകൗണ്ടർ ആയിട്ടാണ് വന്നതെങ്കിലും ചില സംഭവങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളർത്തുമൃഗങ്ങളെ പോലും പിടിക്കാനാവാത്ത രീതിയിൽ മാറിപ്പോയ കടുവകൾ ഇത്തരം സ്വഭാവത്തിലേക്ക് മാറിപ്പോയ ഒരു സംഭവവും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം കടുവകളെയാണ് നമ്മൾ പൊതുവിൽ നരഭോജികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു കടുവയെ കാണുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഭീതി ഉണർത്തുന്ന ഒരു സാഹചര്യമാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിൽ ധാരാളം പ്രദേശം നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് കാട് പിടിക്കപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കൃഷി ഉപേക്ഷിച്ച് പോയ സ്ഥലങ്ങളൊക്കെ തന്നെ കാട് പിടിച്ചു വരുന്നു. അതൊരു കടുവയെ സംബന്ധിച്ചോ ഒരു വന്യമൃഗത്തെ സംബന്ധിച്ചോ പുതിയ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അത് കാണുക. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ അത് വന്ന് ഒരു പുതിയ ആവാസ വ്യവസ്ഥ തേടി വന്നു ചേരാനുള്ള സാധ്യത കാണുന്ന കേരളത്തിലെ പല പ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നത് ഒരു കടുവയുടെ സാന്നിധ്യം ആദ്യമേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒരു പാനിക് റിയാക്ഷന് പോകുന്നതിന് മുമ്പ്, കാരണം അത്തരം ഒരു പാനിക് ആയതുകൊണ്ട് മാത്രം നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. അത് എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടിയേ നമുക്കിതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഏറ്റവും അടുത്ത വനം വകുപ്പ് ഓഫീസിൽ അത് അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലാ വന ഡിവിഷനുകളിലും ഇതിനു വേണ്ട കൺട്രോൾ റൂമുകൾ, ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകൾ തുറന്നിട്ടുണ്ട്. സംസ്ഥാന വനംവകുപ്പിൻ്റെ ആസ്ഥാനത്തും ഇതിനു വേണ്ട ഒരു കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഈ സെൻറ്ററുകളുടെ എല്ലാം തന്നെ ഫോൺ നമ്പറുകൾ അവൈലബിൾ ആണ്. ആ നമ്പറുകളിലേക്ക് വിളിച്ച് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന സാന്നിധ്യം ഏറ്റവും ആദ്യം അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പബ്ലിക് എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. വനംവകുപ്പ് ഈ കടുവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തുന്ന സംഭവങ്ങൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ശ്രമിക്കുന്നത് നമ്മുടെ ഡാറ്റാബേസ് തന്നെ നോക്കുകയാണ്. അതായത് ഇത്തരം സാന്നിധ്യം ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് പ്രദേശത്ത് നിന്നുള്ള കടുവയാകാം ഇത് വന്നിരിക്കാൻ സാധ്യത. ചിലപ്പോൾ ഒറ്റപ്പെട്ട് വന്നു പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒരു പക്ഷേ വയസ്സായ ഞങ്ങളുടെ തന്നെ ഡാറ്റാബേസിലുള്ള വളരെ കാലപ്പഴക്കമേറിയ ചിത്രങ്ങൾ തന്നെയാണ് വീണ്ടും ഈ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്താറുണ്ട്. അത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് അത്തരം കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ട് ക്യാമറ ട്രാപ്പുകൾ വെക്കുക എന്നുള്ളതാണ്. ദേശീയ കടുവ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമുള്ള നടപടികൾ ഏത് കടുവയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഐഡൻറ്റിറ്റി ഓഫ് എ ടൈഗർ എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കടുവ ഒരു പ്രശ്നകാരിയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് സൂചന കിട്ടി തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു
ജനപ്രതിനിധികൾ, ആ പ്രദേശവാസികളും ജനപ്രതിനിധികളും അതുപോലെ ആ പ്രദേശത്തെ പ്രമുഖരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശം കൂടെ കണക്കിലെടുത്തിട്ടാണ് തുടർ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു പ്രദേശത്തെ ആ കടുവ പ്രശ്നകാരിയായിട്ട് മാറുകയാണെങ്കിൽ അതിനെ പിടിച്ചു മാറ്റുകയും കൂട് വെച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ മാറ്റി അതിനെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള സമീപനം. ദേശീയ മൃഗമായതുകൊണ്ട് കുറച്ചൊക്കെ വളരെ കർശനമായിട്ടുള്ള നിബന്ധനകളാണ് കേന്ദ്ര വന നിയമത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇത്തരത്തിൽ പിടിച്ചു മാറ്റപ്പെടുന്ന കടുവകളുടെ ആരോഗ്യം നല്ലതല്ലെങ്കിൽ അതിനെ സ്ഥിരമായി ഒരു ക്യാപ്റ്റിവിറ്റിയിൽ വയ്ക്കുവാനും, അത് ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കടുവയാണെങ്കിൽ മനുഷ്യവാസമില്ലാത്ത ഉൾക്കാടുകളിൽ എവിടെയെങ്കിലും തുറന്നു വിടാനുമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമവും അനുബന്ധ വ്യവസ്ഥിതിയും ഇന്ന് അനുശാസിക്കുന്നത്. ലോക കടുവ സംരക്ഷണത്തിന് കേരളം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ പെരിയാറിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയത്തക്കതാണ്. ഇന്ന് കടുവ സംരക്ഷണത്തിൻ്റെ ലോകം അറിയുന്ന മാതൃകയാണ് പെരിയാർ മോഡൽ. അതുതന്നെയാണ് ഇന്ന് ഒരു പക്ഷേ പെരിയാർ ലോകമറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് വളർന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രവും കൂടി. അതും അറിയുന്നത് കുറച്ച് കൗതുകരമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിയാർ ഒരു മഴക്കാടുകളുടെ ഒരു മഹാസാഗരമാണ്, ഒരു പച്ചത്തുരുത്താണ്. സഖ്യൻ്റെ തെക്കേ തലപ്പിൽ നിൽക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ്. കടുവകളുണ്ട്. അപ്പോൾ പെരിയാറിൻ്റെ കടുവാ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് വിളിക്കുന്നത്, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കടുവകൾ അപ്രത്യക്ഷമായാലും പെരിയാർ പോലുള്ള പ്രദേശത്തിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുക അത്ര എളുപ്പമല്ല. കാരണം ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അതുപോലെയാണ്. ഒരു വേട്ടക്കാരനോ അല്ലെങ്കിൽ ഒരു പറ്റം വേട്ടക്കാർക്കോ വേട്ടയാടി തീർക്കാൻ പറ്റുന്നതല്ല പെരിയാറിൻ്റെ പോലുള്ള പ്രദേശത്തെ കടുവകളുടെ സമൃദ്ധി. അപ്പോൾ ആ പ്രദേശത്തെ ഒരു 1900 അല്ലെങ്കിൽ 90കളുടെയൊക്കെ അവസാനം വരെ പെരിയാറിൽ നിന്നിരുന്നത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതായത് വലിയ കാട്, കാണാൻ നല്ല ഭംഗിയുള്ള സമൃദ്ധമായ മഴക്കാട്, ധാരാളം ജന്തുക്കളകത്തുണ്ട്, കടുവയുണ്ട്. അതൊരു ടൂറിസം കേന്ദ്രമാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ ഡാം വന്നതിന് ശേഷം തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വേനൽക്കാല വസതിയാണ്. അതിന് വേനൽക്കാലത്ത് താമസിക്കാൻ വേണ്ടി വരും. ഇടയ്ക്കൊക്കെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ പെരിയാറിൽ നടക്കുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. നമ്മുടെ ദേശാടന പക്ഷികളെ അവിടെ മുട്ടയിട്ട് വിരിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പരീക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 1934 ഇതിനെ ഒരു ഗെയിം റിസർവാക്കി മാറ്റുന്നുണ്ട്. പിന്നെ 1950 പെരിയാർ വന്യജീവി സങ്കേതമാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനു ചുറ്റും ദരിദ്രമായിട്ടുള്ളൊരു ജനസമൂഹവും വരുന്നുണ്ട്. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹം വരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം വന്നതോടുകൂടി ഒരു തടാകം ഉണ്ടാവുകയും ആ തടാകത്തിൽ ടൂറിസമൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ ടൂറിസത്തിൽ നിന്നുള്ള വരുമാന മാർഗങ്ങളൊന്നും തന്നെ സാധാരണക്കാരായ ആളുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും പെരിയാറിൻ്റെ ഒരു വലിയ ദൂരം അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടാണ്. ആ തമിഴ്നാട്ടിലും തേനി, കമ്പം പോലുള്ള പ്രദേശത്തെ വരണ്ട പ്രദേശത്തെ ആളുകൾ ഉപജീവനത്തിനായിട്ട് ആശ്രയിച്ചിരുന്നത് പെരിയാർ കാടുകളെയാണ്. അത് നിയമപരമല്ലാത്ത രീതിയിൽ പലപ്പോഴും വേട്ടയ്ക്കായും മരം വെട്ടുന്നതിനായിട്ടും വന്നിട്ടാണ് അവർ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അത്തരത്തിലുള്ള നിരന്തരമായ വനചൂഷണത്തിനും അതുപോലെ വനംവകുപ്പുമായിട്ടുള്ള ഒരു വലിയ തർക്കത്തിനും നിരന്തര സംഘർഷത്തിനും അവിടെ ആളുകളുമായിട്ട് ഒരു വഴി തെളിച്ചിരുന്നു. ഈ ഒരു കാലയളവിലാണ് ടൂറിസം എന്ന് വിളിക്കുന്നത് വളരെ ചെറിയ ഒരു ബോട്ടിങ് മാത്രം, അതിൻ്റെ മുഴുവൻ കുത്തകയും കുറച്ച് ആളുകൾക്ക് മാത്രം, തദ്ദേശീയർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലയളവിലാണ് ഒരു 2000-ൻ്റെയൊക്കെ തുടക്കത്തിൽ, 1990കളുടെ അവസാനം 2000-ൻ്റെയൊക്കെ തുടക്കത്തിൽ എന്തുകൊണ്ട് ഈ ടൂറിസം സാധ്യതയെ നമുക്ക് വനസംരക്ഷണം, കടുവാ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും തദ്ദേശ ജനവിഭാഗത്തിൻ്റെ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ ടൂറിസം വികസിപ്പിക്കുന്നതിനും നമുക്ക് ഉപകരിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത കടന്നു വരികയും അന്ന് അതിനെ വിളിച്ച പേരാണ് പങ്കാളിത്ത വനപരിപാലനം.
അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം വേട്ട നടന്നിരുന്ന കടുവാ വേട്ട നടന്നിരുന്ന സ്ഥലങ്ങളെ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അത്തരം പ്രദേശങ്ങളെ ടൂറിസ്റ്റുകളുടെ സഞ്ചാരപാതയാക്കി മാറ്റുന്നുണ്ട്. അതായത് അത്തരം പ്രദേശങ്ങളെ അവരുടെ കാവൽക്കാരായിട്ട് പണ്ടത്തെ വേട്ടക്കാരെ തന്നെ നിയോഗിക്കുന്നു. അവർ അത്തരം പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായി നടന്നു പോകുമ്പോൾ അവരുടെ വേതനം നൽകാനായിട്ട് 5 ടൂറിസ്റ്റുകളും കൂടെ പോകും. അപ്പോൾ ആ ടൂറിസ്റ്റുകൾ നൽകുന്ന വേതനമാണ്, ഫീസാണ് ഇവരുടെ വേതനമായിട്ട് മാറുകയും അതുവഴി ആ പ്രദേശത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു മാതൃക വരുന്നത്. അതായത് സഞ്ചാരിക്ക് കൂടുതൽ നല്ല കാട് കാണാനുള്ള അവസരം. വനം വകുപ്പ് സർക്കാരിനെ സംബന്ധിച്ച് കാട് സംരക്ഷിക്കപ്പെടുന്നു, തദ്ദേശവാസികൾക്ക് അവരുടെ ജീവനോപാധിയായി ഈ കാട് മാറുകയും ചെയ്യുന്ന ഒരു വിൻ 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 സിറ്റുവേഷൻ അവിടെ ഉടലെടുക്കുകയാണ്. ഇതിൻ്റെ പക്ഷേ ചാക്രികമായ വ്യവസ്ഥിതി വളരെ വലിയ രീതിയിലാണ് ലോക്കലായിട്ട് അനുഭവപ്പെടുന്നത്. അതുവരെ കുമളി ടൗൺ എന്ന് വിളിക്കുന്നൊരു പ്രദേശത്ത് ഒരു സഞ്ചാരി വന്ന ഒരു ദിവസത്തിൽ കൂടുതൽ അവിടെ രാത്രി തങ്ങേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത്രയും അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള തദ്ദേശീയരായ ആളുകളെ ഉപയോഗിച്ചിട്ടുള്ള അവർക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള നിരവധി ടൂറിസം പദ്ധതികൾ വന്നതോടുകൂടി ഒരു ശരാശരി സഞ്ചാരി 2.5 തൊട്ട് 3 ദിവസം വരെ അവിടെ തങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ അവർ അവിടെ ചെലവഴിക്കുന്ന ആ ഒരു 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 പിന്നെ സാമ്പത്തിക സ്ഥിതി, പൈസ അല്ലെങ്കിൽ അവരുടെ ധനം ആ പ്രദേശത്തിൻ്റെ ഒട്ടാകെയുള്ള ചാക്രികമായ സാമ്പത്തിക വ്യവസ്ഥയെ ചലിപ്പിക്കാൻ തുടങ്ങുന്നു. ഇന്ന് നമ്മൾ അവിടെ പോയാൽ ഇത് കാണാൻ പറ്റും, എത്രത്തോളം മാറിയിരിക്കുന്നു ആ ലോക്കലായിട്ടുള്ള ആളുകളെ, തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അടങ്ങുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള വലിയ മാറ്റം ഈ ഒരു പ്രക്രിയ വഴി വന്നു. ഈ ഒരു മാറ്റത്തിൻ്റെ പേരാണ്, ഇത്തരം ഒരു വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുത്തതിൻ്റെ പേരാണ് പെരിയാർ മോഡൽ എന്ന് അറിയപ്പെടുകയും പിന്നീട് അത് 2006 കേന്ദ്ര ഗവൺമെൻറ് ഇത് അഡാപ്റ്റ് ചെയ്യുകയും ഇത് 2006 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വന്യജീവി നിയമത്തിൻ്റെ ഒരു ഭേദഗതിയിലെ മുഖ്യ മാറ്റം എന്ന് വിളിക്കുന്നത് ഈ പെരിയാർ മോഡലിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ കടുവാ സങ്കേതങ്ങളും അവലംബിക്കുന്ന മാർഗം ഈ മാതൃകയാണ്. അതിന് രൂപം കൊടുത്തത് പെരിയാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സംഭാവനയാണ് ഇന്ത്യയിലെ കടുവാ സംരക്ഷണത്തിന് മാത്രമല്ല, കടുവകളെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൂറിസവും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതോപാധിയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തത്. ഇന്നും പെരിയാറിൽ സത്യം പറഞ്ഞാൽ നമുക്ക് മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പങ്കാളിത്ത വനപരിപാലനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സംഘർഷം നമുക്ക് അനുഭവപ്പെടാറില്ല. പറമ്പിക്കുളത്ത് നമുക്ക് സംഘർഷം അനുഭവപ്പെടാറില്ല. അപ്പോൾ അത്തരം ഒരു നമ്മളെല്ലാം പാരസ്പര്യത്തിൻ്റേതായിട്ടുള്ള ഒരു മാതൃക നമുക്ക് സാധ്യമാണ്. അത് നമുക്ക് പെരിയാറിൽ നമുക്ക് തെളിയുന്നുണ്ട്. കടുവകൾക്ക് വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. നമ്മുടെയൊക്കെ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മേലെ നിൽക്കുന്ന ജീവിയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് പോലെയുള്ള ഈ കടുവകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അളവിലുള്ള മൃഗങ്ങളെ പല രീതിയിൽ ക്രമീകരിക്കുന്നത് ഈ കടുവകളുടെ ഒരു ജോലിയാണ്. ഇപ്പോൾ ഒരു കടുവ ശരാശരി 50 പുള്ളിമാനുകളെ തിന്നുന്ന കണക്ക്. അപ്പോൾ ഒരു പ്രദേശത്തെ കടുവകൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സസ്യബുക്കുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാനും അത് ആ ഭാഗത്തെ കൃഷി അടക്കമുള്ള സസ്യ സമൂഹത്തിൻ്റെ വംശനാശത്തിന് അല്ലെങ്കിൽ നാശത്തിന് കാരണമാകുമെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സസ്യ ആവാസ വ്യൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കടുവ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശത്താണ്. നമുക്ക് വലിയ മഴ കിട്ടുന്നൊരു സ്ഥലമാണ്, സമൃദ്ധമായി പെയ്യുന്ന മഴ. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന അതിതീവ്ര മഴ അടക്കമുള്ള ഈ പെരുമഴക്കാലത്തെ ഏറ്റുവാങ്ങണമെങ്കിൽ അതാത് പ്രദേശത്തിന് ഉതകുന്ന സസ്യാവരണം വേണം. അത്തരത്തിലുള്ള സസ്യാവരണമുള്ള കാടുകളെ നിലനിർത്തുന്നത് ഈ പറയുന്ന അതാണ് പ്രകൃതിയുടെ ഈ സന്തുലനാവസ്ഥ എന്ന് പറയുന്ന നിലനിർത്തുന്നത് കടുവകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ഇത്തരത്തിലുള്ള വലിയ പെരുമഴക്കാലത്തിൻ്റെ ആഘാതങ്ങളെ ചെറുത്തു നിൽക്കുന്നു. 2, ഈ പെയ്യുന്ന മഴയെ ഏറ്റുവാങ്ങി മണ്ണിലേക്ക് ആവാഹിച്ച് ഊർന്നിറക്കി നമുക്ക് നീരായി
നമുക്ക് വേനൽക്കാലത്തും എല്ലാ വർഷം മുഴുവനും നമുക്ക് തരുന്ന ഒരു ധർമ്മം കാട് നിർവഹിക്കുന്നുണ്ട്. അത് നിർവഹിക്കണമെങ്കിൽ ഈ കാടിൻ്റെ ഈ പറയുന്ന സ്ഥിരത ഉറപ്പുവരുത്തുന്നതിൽ കടുവ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാടുകളുടെ ഒരു പാരിസ്ഥിതിക മൂല്യം പറയുന്നത് വെള്ളത്തിലാണ്. എത്രയോ ദശലക്ഷക്കണക്കിന് രൂപയുടെ വെള്ളമാണ് നമ്മുടെ കാട് നമുക്ക് സംഭാവന ചെയ്യുന്നത്. നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഈ അളവിലുള്ള വെള്ളമാണ് ഈ കാട് നമുക്ക് ഏറ്റുവാങ്ങി സംഭരിച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ ആ സംഭരണശേഷി നിലനിർത്തുന്നതിൽ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട്. അതിൽ കടുവകൾ വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ എക്കോളജിക്കൽ എൻജിനീയേഴ്സാണ് കടുവ എന്ന് പറയാം. ആ രീതിയിൽ കാടിൻ്റെ കാവൽക്കാരായി, പരിസ്ഥിതിയുടെ കാവൽക്കാരായിട്ട് കടുവ മാറുന്ന ഒരു ചിത്രം നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ സമ്പദ് വ്യവസ്ഥിതിയിൽ കടുവകൾക്ക് വലിയ പങ്കുണ്ട്. എന്താണ് കടുവയുടെ മൂല്യം എന്ന് ചോദിച്ചാൽ അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മതിക്കുന്ന അതിൻ്റെ തൊലിയുടെ കള്ളക്കടത്തിൻ്റെ വിലയല്ല. നേരെ മറിച്ച് ഒരു കടുവയുടെ മൂല്യം എന്ന് വിളിക്കുന്നത് ആ കടുവ ആ ഒരു പ്രദേശത്തെ സമ്പദ് വ്യവസ്ഥിതിക്ക് എന്തുമാത്രം സംഭാവന നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ പെരിയാറിൽ ഉള്ള 30-35-40 കടുവകളുടെ വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നോക്കൂ, അത് കാണാൻ വരുന്ന ഒരു സഞ്ചാരി അയാളൊരു വിദേശ രാജ്യത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അത് അയാൾ സഞ്ചരിക്കുന്ന വിമാന കമ്പനി തൊട്ട് തുടങ്ങുകയാണത്. അയാൾ കൊച്ചിയിൽ വന്നിറങ്ങിയാൽ ഒരു പക്ഷേ പെരിയാറിലേക്ക് സഞ്ചരിക്കുന്ന ടാക്സിയിൽ അത് ഉണ്ടാക്കുന്ന ടാക്സിക്കാരന് കൊടുക്കുന്നൊരു വരുമാന മാർഗമുണ്ട്. അദ്ദേഹം പെരിയാർ കടുവാ സങ്കേതത്തിൽ വന്ന് താമസിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഹോട്ടലുകളുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ, അവിടെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ, ഭക്ഷണം പാചകം ചെയ്യുന്നവർ, കച്ചവടക്കാർ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ കടുവ മൂലമുണ്ടാകുന്ന ഒരു സമ്പദ്ഘടന യഥാർത്ഥത്തിൽ അവരുടെ ജീവനോപാധിയായിട്ട് മാറുന്നത്. ഇത് മൊത്തമായിട്ട് നമ്മളൊന്ന് കൂട്ടിക്കഴിച്ചിട്ട് അതിനെ 30-40 കൊണ്ടോ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കടുവയുടെ വില യഥാർത്ഥത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ നിത്യജീവിത വ്യവഹാരങ്ങളിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ കടുവ മൂലം ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട അലോസരങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വലിയ പാരസ്പര്യത്തെ നമ്മൾ മറന്നു പോകുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം തന്നെ വളരെ 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 റഫായിട്ടുള്ളൊരു കണക്കിൽ കേരളത്തിൽ വനവുമായി ബന്ധപ്പെട്ട എക്കോ ടൂറിസം സമ്പദ്ഘടനയുടെ ഏതാണ്ട് പകുതിയോളം 50% കടുവയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് അവഗണിക്കാൻ പറ്റുന്നതല്ല, മറന്നു കളയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ അകത്ത് ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്കെങ്കിലും നമ്മൾ ഈ പറയുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ജോലി നൽകണമെന്നൊരു തീരുമാനമെടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നത്, നടപ്പിലാക്കിയും വരുന്നതാണ്. ആ കുടുംബങ്ങളിലെല്ലാം തന്നെ ജീവൻ അല്ലെങ്കിൽ അവരുടെ എല്ലാം തന്നെ ജീവനോപാധിയായി മാറിയിരിക്കുന്നത് ഈ കടുവയുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന സമ്പദ്ഘടനയാണ്. അപ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരളത്തിൻ്റെ നിലനിൽപ്പിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ സാംസ്കാരിക ജീവിതത്തിലും കടുവയ്ക്ക് വലിയ പങ്കുണ്ട്. അത് പല ഭാവനകളിൽ കടുവ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവഭാവനയാണ്. നമ്മുടെ ചില പ്രധാനപ്പെട്ട ദൈവങ്ങളൊക്കെ, ആരാധനാമൂർത്തികളൊക്കെ സഞ്ചരിക്കുന്നത് കടുവയുടെ പുറത്താണ്, വാഹനമാണ്. അപ്പോൾ അത് ഒരു പ്രതാപശാലിയായ ഒരു ദൈവത്തിന് പ്രതാപശാലിയായ ഒരു വാഹനം വേണമെന്ന് തോന്നുന്ന ഒരു സങ്കല്പം അതിൽ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ സാംസ്കാരികമായിട്ടുള്ള മറ്റു പല മേഖലകളിൽ, ഇപ്പോൾ ചിത്രകല, നമ്മുടെ സാഹിത്യ രൂപങ്ങളിൽ, എഴുത്തിൽ, വാമൊഴി പഴക്കങ്ങളിലെല്ലാം തന്നെ കടുവ കടന്ന് വരുന്നുണ്ട്. പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ രൗദ്രഭാവം ആർജിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ വളരെ സമാധാനപ്രിയനായിട്ടായിരിക്കാം. പക്ഷെ കടുവ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ നാടോടി വൈജ്ഞാനിക സാഹിത്യങ്ങളിലും വിജ്ഞാന മേഖലകളിലും കടുവ നിലനിൽക്കുന്നു. അങ്ങനെ പല പ്രകാരങ്ങളിൽ കടുവ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.